ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് വയനാട് പുൽപ്പള്ളിയിൽ നിന്നും ഡോക്ടർ KP സാജു സാറാണ്. സാറ് പുൽപ്പള്ളി SN കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ്. ഒപ്പം കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സമിതിയുടെ വൈസ് പ്രസിഡൻറ്റുമാണ്. സാർ ഇന്നലെ ഈ ഒരു ദുരന്തമുഖവുമായി ബന്ധപ്പെട്ട് വയനാട് നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തന മേഖലകളിലുണ്ടായിരുന്നു. സാർ നമസ്കാരം. ഇന്നലെ സാറ് അതിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പുകളുമായും എല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അവിടുത്തെ അവസ്ഥകളെല്ലാം? ഇന്നലെ ഞങ്ങളൊരു 10-12 മണിയോട് കൂടിയിട്ടാണ് ക്യാമ്പിൽ ചെല്ലുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ രൂപതയിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ച നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ വേദനാജനകമാണ്. ലൊക്കേഷനിലെ കാഴ്ചകളൊക്കെ മീഡിയയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ കാഴ്ചകൾ അത്ര മീഡിയയിലൂടെ നമുക്ക് ലഭ്യമല്ല. പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ പോലെ അല്ല കാര്യങ്ങൾ മിക്കവാറും. കാരണം ധാരാളം ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ സാധനങ്ങളും വന്ന് അടിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ലഭ്യമാകാത്ത ധാരാളം ആൾക്കാരുണ്ട്. അതായത് ഈ ദുരന്തത്തില് ഉറ്റവരും ബന്ധുക്കളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി ഏകരായിട്ടുള്ളവരുണ്ട്. അതിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന, ബെഡിൽ സഞ്ചരിക്കാൻ പറ്റാതെ ബെഡിലായിട്ടുള്ളവർക്കൊക്കെ ഭക്ഷ്യസാധനങ്ങളോ ഭക്ഷ്യവസ്തുക്കളോ എത്താത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് ക്യാമ്പിന്റെ പുറത്ത് കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ബൈസ്റ്റാൻഡേഴ്സ് 2ഉം 3ഉം ഒക്കെ നിൽക്കുന്നവർക്ക് അത് കൂടുതൽ കിട്ടുകയും ആരുമില്ലാത്തവർക്ക് ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു ചിത്രമായിരുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ബൈസ്റ്റാൻഡേഴ്സിന്റെ ഒരു സ്റ്റാറ്റിക്സ് നമ്മൾ ഇന്നലെ തന്നെ എടുത്തു. ഇന്ന് നമ്മുടെ കെയറോഫില്, കത്തോലിക്ക കോൺഗ്രസിന്റെ കെയറോഫില് KCYM-ന്റെയും ജീസസ് യൂത്തിന്റെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും തന്നെ വോളണ്ടിയർമാരെ നമ്മൾ ഏതാണ്ട് 60ഓളം പേരെ വിവിധ ക്യാമ്പുകളിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ആരുമില്ലാതെ നിരാലംബരായിട്ട് നിൽക്കുന്നവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് അവർ പ്രവർത്തിക്കുന്നു. അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും പേസ്റ്റ് പോലുള്ള എല്ലാ ആവശ്യ സാധനങ്ങളും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ദുരന്തമുഖത്തു നിന്നും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വരുന്നവരുടെ അവസ്ഥ എന്തായിരുന്നു? അത് വളരെ വേദനാജനകമാണ്. ക്യാമ്പിലേക്ക് വരുന്നത് പലരും പരിക്കേറ്റ് നിരവധി ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി ഓടി രക്ഷപ്പെട്ട് നേരം വെളുക്കുന്നോളം പിറ്റേ ദിവസം വൈകുന്നേരം റെസ്ക്യൂ ടീം എത്തുന്നോളം വരെ വനത്തിലും റിസോർട്ടുകളിലും അതുപോലെ തന്നെ മറ്റ് അഭയസ്ഥലങ്ങളിലുമൊക്കെ നിന്ന് നേരം വെളുപ്പിച്ചവരുണ്ട്. അവരൊക്കെ വിവരിക്കുന്ന ചിത്രം വളരെ വേദനാജനകമാണ്. അതിൽ പരിക്കേറ്റവരുടെ കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടാണുള്ളത്. കാരണം അവർക്ക് പലരുടെയും ശരീരത്ത് അവർക്ക് ധരിച്ചിരിക്കുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ. അത് മണ്ണിനോട് ചേർന്ന് ഇഴുകി ശരീരത്തോട് ഒട്ടിച്ചേർന്നൊക്കെ ഇരിക്കുന്ന ഭാഗമാണ്. വലിച്ച് ഒക്കെ എടുക്കേണ്ട രീതിയിലാണ് അവരുടെ ശരീരത്തിൽ വസ്ത്രം ഇരിക്കുന്നത്. മുഖത്തും കൈകാലുകളിലും പരിക്കുകൾ, നീര്, അങ്ങനെ ആകെ ബുദ്ധിമുട്ടായ അവസ്ഥയിലാണ് നിരവധി ആൾക്കാരുള്ളത്. പരിചരിക്കാൻ ചിലർക്കൊക്കെ ബൈസ്റ്റാൻഡേഴ്സ് ബന്ധുക്കളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പലർക്കും അങ്ങനെ ആരും ഇല്ലാത്തവരുണ്ട്. അവരുടെ കാര്യമാണ് വളരെ കഷ്ടം. അവർക്കുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഈ ബൈസ്റ്റാൻഡേഴ്സിനെ നൽകിയതിലൂടെ ചെയ്തിട്ടുള്ളത്. ഈ അതോടൊപ്പം തന്നെ ഉറ്റവരും ബന്ധുമിത്രങ്ങൾ പോയവര് അല്ലെങ്കിൽ മരണത്തോട് വിട്ട് അങ്ങനെയുള്ളവരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നോ? അവര് എങ്ങനെയായിരുന്നു? അവർ ആ പ്രതീക്ഷയിലാണോ? ഇനിയും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലുള്ളവരാണോ? അങ്ങനെയാണോ അവിടെ ഇരിക്കുന്നത്? അവരവരുടെ ബന്ധുക്കൾ ഏതെങ്കിലും ക്യാമ്പുകളിൽ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഒരിടത്തു നിന്നും അത്തരത്തിലുള്ള ഒരു ചിത്രവും കിട്ടുന്നില്ല. കാരണം മരണമറിഞ്ഞവരുടെ സംഖ്യ വളരെ അധികമാണ്. ഇന്നിപ്പോൾ ഈ നേരമായപ്പോഴേക്കും മരണമറിഞ്ഞവരുടെ എണ്ണം ഏതാണ്ട് 300-നോട് അടുക്കുന്നു. അപ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് ഇനിയും ധാരാളം നമ്പർ ആൾക്കാരെ ലഭ്യമാവാനുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇനി ഒരു ജീവനോട് റിക്കവറി സാധ്യമാവൂ എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് നിരാലംബരായിരിക്കുന്നവരുടെ ഒരു വലിയ ചിത്രം, വേദനിപ്പിക്കുന്ന ചിത്രമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഏകരായി തീരുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും ദുസ്സഹമായ കാര്യമാണ്. പലരും ഒരു ട്രോമയിലേക്കൊക്കെ എത്തി അവരെ ഒന്ന് റിക്കവറി ചെയ്യണമെങ്കിൽ വലിയ മരുന്നുകൾ മാത്രം പോരാ, അല്ലെങ്കിൽ മെഡിസിൻ മാത്രം പോരാ, മറിച്ച് ആന്തരികമായിട്ടുള്ള ഒരു മെഡിസിൻ എന്ന രൂപത്തിൽ കൗൺസിലിംഗ് ഒക്കെ അവർക്ക് വേണ്ടി വരും. കുട്ടികളുടെ കാര്യവും വളരെ വിഷമകരമാണ്. കാരണം അവര് ഇതേവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ, സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പറയുന്ന മെഡിസിനോടൊപ്പം തന്നെ സൈക്കോളജിസ്റ്റുകളുടെ സേവനവും ഒക്കെ തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരും. അതിനുള്ള സൗകര്യങ്ങളും ഇന്നലെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് ഒരുക്കിയിട്ടുണ്ടോ ആ വിഷയം? കാരണം അത് ഇപ്പൊ നമ്മൾ ഭക്ഷണവുമായിട്ടും അവർക്കുള്ള അവശ്യവസ്തുക്കളായിട്ടും കേരളം മുഴുവൻ കൈകോർക്കുന്നുണ്ട് ഈ ബാധിത മേഖലയിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഈ ഭക്ഷണ സാധനങ്ങളും എല്ലാം വന്ന് കുന്നുകൂടിയിട്ടുണ്ട്, ആവശ്യത്തിൽ കൂടുതലായിട്ടുണ്ട് ഈ ദിവസങ്ങളിലേക്ക് വേണ്ടിയത്. പക്ഷേ ഈ പറഞ്ഞൊരു കാര്യം, അവരുടെ മാനസികമായ ഒരു റിക്കവറി,
അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ആവശ്യം ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മനസ്സിൻ്റെ ഒരു ശക്തിയാണ്. അതിനു വേണ്ടി എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? അത് നമ്മുടെ മാനന്തവാടി രൂപതയിൽ ഇന്നലെ അഭിമന്യ പെരുന്നാട് പിതാവുമായിട്ടുള്ള മീറ്റിംഗ് കത്തോലിക്ക കോൺഗ്രസ് മുൻകൈ എടുത്തിട്ടാണ് വിളിച്ചു ചേർത്തത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡയറക്ടറായിട്ടുള്ള അച്ഛന്മാരും അതിന്റെ ലീഡേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ രൂപതയുടെ എല്ലാ മിഷണറിയും, അതായത് അതിന്റെ ഹോസ്പിറ്റലുകളിലുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അതേപോലെ തന്നെ കൗൺസിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒക്കെ സേവനം ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇന്നലെ തന്നെ നടത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ അത്തരത്തിലേക്ക് പോകേണ്ടവർ ആരൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് സൗകര്യങ്ങളും നഴ്സിംഗ് സൗകര്യം വേണമെങ്കിൽ അങ്ങനെ അതും ഒരുക്കാൻ തയ്യാറായിട്ടാണ് ഇന്ന്. സാറേ ഏത് ക്യാമ്പിലായിരുന്നു പ്രവർത്തിച്ച് നോക്കിയിരുന്നത്? ഞാൻ ഇന്നലെ മേപ്പാടി വിംസ് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇന്നലെ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത്. അതെ അല്ലേ. ഇപ്പൊ ഇന്നത്തെ ദിവസങ്ങളെല്ലാം അവിടെ ഒരു 80-ലധികം. ഞാൻ ഇന്നലെ രാത്രി ഒരു 8:30 കൂടിയിട്ടാണ് അവിടെ നിന്ന് പോരുന്നത്. രാത്രി ആയപ്പോഴേക്കും വലിയ മഴയും അതേപോലെ തന്നെ കോടയും ഒക്കെ ഇറങ്ങിയതുകൊണ്ടും ഞാൻ പുൽപ്പള്ളിയിൽ ഏതാണ്ട് എനിക്കിവിടെ നിന്ന് ഒരു 80 കിലോമീറ്റർ ദൂരെയാണ് മേപ്പാടിയിൽ നിന്ന് ഞാനുള്ളത്. അവിടെ ഓടി എത്തിയപ്പോഴേക്കും അത്യാവശ്യം ജലദോഷമൊക്കെ ആയിരുന്നു. സംസാരിക്കുമ്പോൾ ആ ഒരു ബ്ലോക്കൊക്കെ ഉണ്ട്, ഒരു ജലദോഷത്തിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ വോളണ്ടിയർമാർ പോയിട്ടുണ്ട്, നമ്മുടെ മറ്റു നേതാക്കന്മാർ ഇന്ന് അവിടെയുണ്ട്. അടുത്ത ദിവസങ്ങളിലൊന്ന് റിക്കവറി ആയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ സാർ, എന്തായാലും ഒരുപാട് നന്ദി അവിടെ നിന്നുള്ള വിവരങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന്. എന്തായാലും എല്ലാവിധ പ്രാർത്ഥനയും ദുരന്തബാധിത മേഖലയ്ക്കും ഒപ്പം രക്ഷാപ്രവർത്തനം ചെയ്യുന്നവർക്കും സന്നദ്ധ സംഘടനകൾക്കെല്ലാം എല്ലാവിധ പ്രാർത്ഥനയും നേരുകയാണ്. നന്ദി സാർ.